ചോറിന് നമുക്ക് കൂട്ടാൻ ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ. ഒരു കറി ഇല്ലെങ്കിലും അടിപൊളിയായിട്ട് സാധനമാണ്, എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ഇതിന് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാം അത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 2-3 ഉരുളക്കിഴങ്ങാണ്. അത് പുഴുങ്ങിയെടുത്തതാട്ടോ. ഞാനത് സാധാരണ വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുമല്ലോ. എന്നിട്ട് ഞാൻ അതിനെ തൊലി കളഞ്ഞ് പുഴുങ്ങിയെടുത്തതിൻ്റെ തൊലി കളഞ്ഞു. എന്നിട്ട് ഞാൻ അതിനിങ്ങനെ ചെറിയ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെറിയ ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ നീളത്തിൽ ഒക്കെ മുറിച്ചെടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഈ ഒരു മുരിങ്ങക്കോലിൻ്റെയൊക്കെ ഷേപ്പിൽ അങ്ങനെ മുറിച്ചെടുക്കാം എന്നൊക്കെ നമ്മുടേതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എന്നിട്ട് ഞാനൊരു പാൻ എടുത്തു. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടു കേട്ടോ. മുളക് പൊടി ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. മുളക് പൊടി അത്യാവശ്യം ഇട്ടു, കാരണം ഇത് കുറച്ചൊരു സ്പൈസി ഐറ്റമാണിത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി, മുളക് പൊടി കരിഞ്ഞ് പോകാണ്ട് നോക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പോൾ നമ്മൾ ഇത് ഉറപ്പ് വരുത്തണം, ഇത് മുളക് പൊടി ഒട്ടും കരിയാൻ പറ്റില്ല. ഞാൻ ഏറ്റവും സിമ്മിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇനി ഇതിലിപ്പം എന്താ പറയുക, സിമ്മിൽ വെച്ച് കരിഞ്ഞ് പോകുമെന്നുള്ള പേടിയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് ഓഫാക്കാം. അത് ആദ്യമേ ഒന്ന് വെളിച്ചെണ്ണ ചൂടായിട്ട് ഉടനെ നമുക്കൊന്ന് ഓഫാക്കിയിട്ട് ഈ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ അരപ്പാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ നമ്മളെ ഗരം മസാല ഇടുന്നുണ്ട് ചെറുതായിട്ട്, ഒരുപാടൊന്നുമില്ല, ഒരു 1/2 ടീസ്പൂണൊക്കെ ഇടുന്നുള്ളൂ. ഗരം മസാല ഇട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പൊട്ടറ്റോ ഇട്ടിട്ട് ഇതിങ്ങനെ മാത്രം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് ആ മുളക് കരിഞ്ഞ് വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വെച്ചാൽ ഒഴിച്ചങ്ങോട്ട് കൊടുക്കുകയല്ല, ഇത്തിരി വെള്ളം തളിച്ച് കൊടുക്കണം ഇടയ്ക്കൊന്ന്. അപ്പോൾ നമ്മൾ ആ മസാല കരിയാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ മസാല ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇത് മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാല, കാരണം നമുക്ക് പൊട്ടറ്റോയും നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഈ അരപ്പ് നന്നായി പിടിക്കാൻ ഒരിത്തിരി സമയമെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം ഇത് വറ്റുന്ന സമയത്ത് ഇത് കരിയും തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുക. അപ്പോൾ ആ വെള്ളവും ഇതെല്ലാം കൂടി ഇരുന്നിട്ട് ഈ പൊട്ടറ്റോ അരപ്പിൽ നല്ലോണം പിടിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഈ പറഞ്ഞ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചും വെക്കാം കേട്ടോ. ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ, ഒരു പ്രയാസവും ഇല്ല. എന്നാൽ അടിപൊളി ടേസ്റ്റുള്ള സാധനം. ഇത് മാത്രം മതി, ശരിക്കും ഇത് മാത്രം മതി ചോറിനാൻ. അത്ര സൂപ്പർ സാധനം കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നോൺ വെജ് ഒന്നും വേണമെന്നേ ഇല്ല ഇതുണ്ടെങ്കിൽ, അത്ര അടിപൊളിയായിട്ടുള്ള സാധനം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നമുക്കിപ്പം പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ പോലും നോൺ വെജ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.